തൊട്ടു കൊടുക്കാനും നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ എനിക്കിവിടെ ഹൈഡായിട്ട് കിടക്കുവാണ് ഫ്രണ്ടിൽ. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് വരുന്നത് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. മുംതാസ് ഇങ്ങനെ ഇട്ടപ്പോ തന്നെ എനിക്കൊരു കോള് വന്നതിന് ശേഷം ഇങ്ങനെ ഹൈഡായിട്ട് കിടക്കുവാണ്. എന്തോ പറ്റിയിട്ടുണ്ട് സംഭവം കേട്ടോ. ലൈവിൽ കയറാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട്? അതാണ് മുംതാസിന്റെ ഫോണിന്റെ സെറ്റിംഗ്സിൽ എന്തോ ആക്കിയിട്ടിരിക്കുക. ഇപ്പൊ എനിക്കൊന്നും പറ്റുന്നില്ല, അത് മാറ്റാനാ പറഞ്ഞത്. ബിനു ബ്രോ, ഞാൻ കൊല്ലം കൊട്ടാരക്കരയാണേന്ന് പറയുന്നുണ്ട്. അപ് ടു ലാസ്റ്റ് 5 minutes ഓഫ് യുവർ സ്ട്രീം. ഞാൻ സ്ട്രീം ഓഫ് ചെയ്യാനാണ് പറയുന്നത് 5 minute. ഹായ് മുംതാസ് എന്ന് പറയുന്നുണ്ട്. ഒരു കമന്റ് കൂടി തരാവോ താഴേന്ന് ചോദിക്കുന്നുണ്ട് ബിന്ദു ചേച്ചി കേട്ടാ. ഇതെന്ത് പറ്റി? ഒരു കമന്റ് കൂടി തരാവോ? അയ്യോ, എനിക്ക് ആരോടും പിണക്കമില്ല ബിന്ദു സഹോ എന്ന് പറയുന്നുണ്ട് കേട്ടാ സുനില്. ഇടാം ബിന്ദു എന്ന് പറയുന്നു. ഊന്നൽ ഫൺ വീഡിയോ ഹായ് ചേച്ചി, ലൈക്ക് 11. ഊന്നൽ, ഞാൻ നിങ്ങളുടെ ലൈവ് കാണാറുണ്ട് കേട്ടാ. സൂപ്പർ ലൈവാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ലൈവ് തന്നെ ഞാൻ കേറാൻ പറ്റുന്ന സമയത്തെല്ലാം കേറുന്നുണ്ട്. നിങ്ങൾ ലൈവ് ഇടുമ്പോഴത്തേനും ഞാനിവിടെ രാത്രി ജോലിയിൽ ഉറക്കവും ചിലപ്പോൾ ഉറങ്ങാനൊക്കെ ആയിട്ടുമായിരിക്കും നിങ്ങളെ ലൈവ് കാണുന്നത്. അതുകൊണ്ടാണ് കേറാൻ പറ്റാത്ത. പറ്റുന്ന സമയത്തെല്ലാം ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട്. റിൻസിക്കുട്ടി, എനിക്ക് ലൈവില്ല. ബിനു ബ്രോ, ഞാൻ സബ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ റിൻസിക്കുട്ടി. ആരോമൽ ഹായ് പറയുന്നത്. ഹായ് ആരോമൽ. ഹായ്, അല്ല വന്നല്ലോ. അല്ല, താങ്ക് യു. അല്ല ലൈക്ക്, താങ്ക് യു. ബിന്ദു ചേച്ചി ലൈക്ക് 12. ഓക്കെ. എന്താണ് അല്ല, ഹായ് സിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. ആരോമൽ ഹായ്. ബിനു ഹായ്. ഓണ ഓണാളല്ല, ഓണാളാണ്, ഊന്നല്ലേ. എന്താണ് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓണാൾ ഫണ്ട് വീഡിയോസ് ഇട്ടിരിക്കുന്നത്. ലൈക്ക് 12. അനിസഹോ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു പത്തനംതിട്ടക്കാരി, സോറി അനില, ഹായ് എന്ന് പറയുന്നത്. ഞാനുണ്ട് ഇവിടെ, കപ്പ വെക്കുക. അല്ലെങ്കിൽ എപ്പോഴും കപ്പ വെക്കതേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണേന്ന് ബ്ലൂക്കാ സപ്പോർട്ട് ചെയ്യണേ ബിന്ദു ചേച്ചി പറഞ്ഞു. സുല്ലേട്ടാ വിളിക്കുന്നുണ്ട്. അല്ല, ആരോമൽ സഹോ എന്ന് വിളിക്കുന്നുണ്ട് സുല്ലെ. ബിന്ദു ചേച്ചി ഒന്ന് ഇതിനകത്ത് കയറി ചേച്ചി, ടുഗദറിൽ ഒന്ന് കയറി ചേച്ചി. എനിക്ക് ഇവിടെ ഹൈഡ് ആയി കിടക്കുന്ന കേട്ടോ. അത് ചേച്ചി ഒന്ന് കയറി ഒന്ന് മാറുമോ നോക്കട്ടെ. ആ മുംതാസ് ഇതിനകത്ത് കയറി, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് ഇവിടെ എന്തോ പ്രോബ്ലം. അതാ ഇതിനകത്ത് കൊടുത്തിരുന്ന ഹൈലൈറ്റ് ആയെന്നാണ് പറയുന്നത്. എന്താണോ എന്തോ എനിക്കറിയത്തില്ല. ഇവിടെ ഹൈഡ് ആയി കിടക്കുവാ ഞാനിപ്പം. എന്റെ പകുതി ഭാഗം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആരെങ്കിലും ലൈവിൽ കയറും. അതെ ബിന്ദു ചേച്ചി ഒന്ന് കയറി വെച്ച്, ഞാനിതൊന്ന് ശരിയാക്കട്ടെ, എന്തുവാണെന്ന് നോക്കട്ടെ. അനിസഹോ, കപ്പ മീൻകറി മതി, നൈറ്റ് ലൈവിൽ വരുമ്പോൾ കൊണ്ടുവരണം. റിൻസി എനിക്ക് ചാനലില്ല. റിൻസിയെ സബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ തവരയിൽ കമന്റ് ഇടാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. ഇറൻ കെയോ, എനിക്ക് പറ്റും നോക്കട്ടെ. നോക്കൂ. ഇതെന്തോ പറ്റിയത് എനിക്കറിയില്ല. എനിക്കിവിടെ പകുതി ഹൈഡായി കിടക്കും എനിക്കിവിടെ. മുംതാസ് കയറി. ആഡ് കൊടുത്തില്ല ഞാൻ. ആഡ് കൊടുക്കുമ്പോഴത്തേന് എനിക്കൊരു കോള് വന്നു. ആ കോൾ എടുത്തപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഇതായിപ്പോയി. റീതു വന്നല്ലോ. ഹലോ റീതു കുട്ടി, ഹായ്. എന്തുണ്ട് വിശേഷം? മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ടിട്ടില്ല. ഇട്ടല്ലോ, ഞാൻ മെസ്സേജ് ഇട്ടു. ഞാൻ ഒരു വീഡിയോസിന് 1, 2, 3 വീഡിയോസിനൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. കമന്റ് ഇട്ടിട്ടുണ്ട്. മെസ്സേജ് അല്ല, കമന്റ്. മെസ്സേജ് എന്തിനാ ഇടുന്നത്? ഓക്കെ, ഇടാം ബിനു ബ്രോ പറയുന്നുണ്ട് റിൻസിക്കുട്ടി. സുഖം. ആരാ കേറിയ? ആരെങ്കിലും കേറിയോ? ടുഗദറിൽ ആരെങ്കിലും കേറിയോ? ബിന്ദു സഹോ, റിൻസി സഹോ, അൻസി സഹോ, ആരെങ്കിലും കേറാമോ? ടുഗദർ ലൈവ് ആണിത്. ടുഗദർ ലൈവ് ആണ്. നേരത്തെ ആരാണ് മുംതാസ് ടുഗദറിൽ വന്നപ്പോ എനിക്കൊരു കോള് വന്നപ്പോ പോയപ്പോഴത്തേന് എനിക്കിവിടെ ഹൈഡ് ആയി കിടക്കുവാണ്. എന്താണ് സംഭവം ഒന്നും എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് പകുതി ഇവിടെ ഹൈഡ് ആയി കിടക്കുവാണ്. നിങ്ങളുടെ കമന്റ് വായിക്കാം, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അനില, ബീഫ് ഉണ്ടോ കപ്പയ്ക്കെന്ന് ചോദിക്കുന്നു കേട്ടാ. എന്റെ കയ്യിൽ നിന്നും നമ്പർ പോയി അതോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫേസ്ബുക്കിനകത്ത് ഞാൻ മെസ്സേജ് ഇടാം കേട്ടാ. ഫേസ്ബുക്ക് നോക്കട്ടെ. ഫേസ്ബുക്കിനകത്ത് ഞാൻ മെസ്സേജ് ഇടാം നിനക്ക്.